ഇന്ന് നിഹക്കുട്ടിയുടെ ഹെയർ ഓയിൽ മേക്കിംഗ് ആണ്. കാരണം ഓളുടെ എണ്ണയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുതലേ ഞാൻ കുട്ടിക്ക് കാച്ചിയ എണ്ണയിലായിരുന്നു സ്റ്റാർട്ടാക്കിയിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പം തുളസി ഇലയും വെളിച്ചെണ്ണയും മാത്രം കാച്ചിയിട്ടായിരുന്നു യൂസ് ആക്കിയിരുന്നത്. കാരണം അറിയില്ലല്ലോ, നമ്മൾ സാധാ കാച്ചും പോലെ കാച്ചിയ കുട്ടിക്ക് പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരു 3 മാസത്തിന് ശേഷമാണ് പിന്നീട് അങ്ങോട്ട് കാച്ചുമ്പോഴും ഓരോന്ന് ആഡ് ചെയ്ത് ഇപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3 മാസത്തേക്കുള്ളതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും കാച്ചുമ്പോൾ വീണ്ടും അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ കാരണം അങ്ങനെ ആൾക്ക് പിടിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എടുത്തിട്ടുള്ളത് തുളസി ഇല, പനിക്കൂർക്കയില, പേരയില, മൈലാഞ്ചി ഇല, പിന്നെ 5 കുഞ്ഞുള്ളി, കരിഞ്ജീരകം, ഉലുവ ഇത്രയും എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെളുത്തൊന്ന് ഉണക്കിയതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് ചൂടാക്കുന്നുണ്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആ എണ്ണയിൽ വരണ്ടാലോ എന്ന് കരുതി. കാരണം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ടാണ് ഞാനിത് കാച്ചി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ എണ്ണ കാച്ചാൻ വേണ്ടി അയണിൻ്റെ പാത്രമില്ല. അപ്പോൾ ഞാൻ കാച്ചാൻ വേണ്ടി എപ്പോഴും യൂസ് ആക്കുന്ന ഈ ഒരു കത്തിയാണ്, അയൺ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ആ പാത്രത്തിൽ ആ കത്തി ഇറക്കി അതൊന്ന് ചൂടായി വരുമ്പോഴാണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 350 ml വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നല്ല നാടൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പം ലോ ഫ്ലെയിമിൽ തന്നെ ആക്കിയതിന് ശേഷമാണ് ഈ ഇലകളെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മെല്ലെ നമ്മൾ സമയം എടുത്ത് ചെയ്താലും നമുക്ക് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടണമല്ലോ. അപ്പോൾ കറക്റ്റ് മെല്ലെ ടൈം എടുത്ത് തന്നെയാണ് ഇത് കാച്ചി എടുക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു, അതിൻ്റെ ആ ഒരു പരുവ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒന്ന് ആയി വരുമ്പോൾ ഞാൻ അരിമണി ഇട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടി വരുന്നതാണ് അതിൻ്റെ പരുവെന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് കറക്റ്റ് അറിയാം, നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അറിയാൻ പറ്റും. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വന്നിട്ട് അതിൻ്റെ ആ ഇലയുടെ ആ ഒരു ഗുണങ്ങളെല്ലാം എണ്ണയിൽ ഇറങ്ങി വന്ന് പിന്നെ ആ ഇല ഒന്ന് തൊടുമ്പോൾ പൊടിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഞാൻ 350 ml ഓയിൽ എടുത്തിട്ട് എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റ് 250 ml ഓയിലാണ് കിട്ടിയിട്ടുള്ളത്.